നന്നായി പ്രാർത്ഥിക്കണം. കാരണം സമൂഹത്തിൽ നിങ്ങളുടെ ഇമേജിന് ഒരു ബാലൻസ് ഇല്ലാത്ത അവസ്ഥ വരാൻ ചാൻസ് ഉണ്ട്. അതുമാത്രമല്ല, ഈ ലഗ്നത്തിൽ രാഹു നിൽക്കുമ്പോൾ 7ാം ഭാവത്തിലായിരിക്കും കേതു. ഇത് നിങ്ങളുടെ ജീവിത പങ്കാളിയുമായി അല്ലെങ്കിൽ ബിസിനസ് പാർട്ട്നേഴ്സുമായിട്ടൊക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ടൈമാണ്. വിവാഹ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാനും പരസ്പരം കുറ്റപ്പെടുത്താനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യൻ ചെയ്യുന്നതുമായ ഒരവസ്ഥയൊക്കെ വന്നു ചേരാൻ ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ബ്രേക്കപ്പ്, സെപ്പറേഷൻ ഇതിനൊക്കെ ഇടയാക്കുന്ന ഒരു ട്രാൻസിറ്റാണിത്. അതുകൊണ്ട് തന്നെ ഭദ്രകാളി ദേവിയെ നന്നായി ഉപാസിക്കേണ്ടത് ഈ ഒരു ടൈമിൽ അത്യാവശ്യമായ കാര്യം തന്നെയാണ്. ഇനി വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ കൂടി ഏതെങ്കിലും തരത്തിലൊന്ന് മാറി നിൽക്കേണ്ട അവസ്ഥ, അത് ചിലപ്പോൾ ജോലി സംബന്ധമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടായിരിക്കാം. എന്തെങ്കിലും രീതിയിൽ സെപ്പറേറ്റഡ് ആയി നിൽക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കഴിവതും ഇമോഷൻസിൻ്റെ ബേസിസിൽ നിങ്ങളൊരു ഡിസിഷൻ ഈ ഒരു ട്രാൻസിറ്റിൽ എടുക്കാതിരിക്കുക. ലോജിക്കലി തിങ്ക് ചെയ്ത് പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുകയാണ് വേണ്ടത്. പ്രത്യേകിച്ചും സെപ്പറേഷൻ അല്ലെങ്കിൽ ഡിവോഴ്സ് പോലുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ നന്നായി ആലോചിക്കുക. കാരണം ഈ ഒരു ട്രാൻസിറ്റ് കഴിയുമ്പോൾ അല്ലെങ്കിൽ മേ ബി നിങ്ങൾക്ക് ഞാനെടുത്ത തീരുമാനം തെറ്റായി പോയി അല്ലെങ്കിൽ എനിക്കത് ക്ഷമിക്കാമായിരുന്നു എന്നൊക്കെ തോന്നുന്ന ഒരവസ്ഥയിലോട്ട് അത് വന്നു ചേരുന്നതാണ്. അതുകൊണ്ട് തന്നെ കഴിവതും ലോജിക്കലി തിങ്ക് ചെയ്ത് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യുക. ക്ഷമിക്കാൻ പറ്റുന്ന തെറ്റുകൾ ക്ഷമിക്കുക. ടോട്ടലി മാരേജ് അല്ലെങ്കിൽ ലവ്, ബിസിനസ്, പാർട്ട്ണർഷിപ്പ് ഈ ഏരിയയിലൊക്കെ ഒരു ഡിറ്റാച്ച്മെൻറ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ടൈമാണ്. അതുകൊണ്ട് തന്നെ ഭദ്രകാളി ദേവിയെ നന്നായി ഉപാസിക്കുക. നിങ്ങളുടെ കുടുംബ പരദേവതയെയും